ആനകൃഷ്ണനെ വെട്ടിച്ചു നന്ദോന്ന് ഞാന് അല്ലേ അതെന്താ സംഭവം? ആനകൃഷ്ണനെ ആനയ്ക്ക് 100 സംതിങ് സബ്ദേ ഉള്ളൂ. 1000 സംതിങ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ അവർക്ക് അവിടെ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. ആ മോളെ എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തടം സമയത്ത് എന്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അതൊക്കെ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാത്ത. ഈ രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് സപ്പോർട്ടായിട്ട് രണ്ടെണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതായത് ജാസിയും പിന്നെ ഒരു ശ്രീലക്ഷ്മിയും. ഇവർ രണ്ടുപേരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നില്ല. സോഷ്യൽ മീഡിയ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇവർ ആരാണെന്ന് മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് അവരുടെ വിഷയത്തിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഈ കിച്ചുവിൻ്റെ ഒരു റീൽ ഞാനിവിടെ സൈറ്റിൽ പ്ലേ ചെയ്യാം. പാട്ട് പാടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തടം സമയത്ത് എൻ്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അതൊക്കെ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാത്ത. അതായത് അവൻ്റെ ലൈഫിൽ വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ വെളിച്ചം കൊണ്ടുവന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് പാടുന്നതെന്ന് പറഞ്ഞാണ് അവൻ ആ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഈ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ആ കമൻറ്റ് ഇങ്ങനെയാണ്: അമ്മയല്ലേ രേണു ചേച്ചി? അപ്പം കിച്ചുവിൻ്റെ മറുപടിയാണ് ഇയോ എന്നും പറഞ്ഞിട്ട് തൊഴുകുന്ന ഒരു ഇമോജി. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാന്നേ ഉള്ളൂ, ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്. ചുമ്മാ വന്ന് ജനങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് എന്ത് പറയണ്ട, അവരുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ് രണ്ടെണ്ണം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രേണു എവിടെ ചെന്ന് കഴിഞ്ഞാലും പറയും അപ്പോൾ ഇപ്പം വിളിച്ചതേ ഉള്ളൂ, ഇതാണ്ട് കട്ട് ചെയ്തതേ ഉള്ളൂ, ഇതാണ്ട് ഇപ്പം അവന് പൈസ അയച്ചു കൊടുത്തതേ ഉള്ളൂ. അതായത് പൈസ അയച്ചു കൊടുത്തെന്ന് നാട്ടുകാരുടെ മുന്നിലോട്ട് എടുത്ത് ഇടുവാണ്. അതായത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ചിലവിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു പിക്ചർ വരണ്ടേ, അതുകൊണ്ട് ചെയ്യുന്ന പരിപാടികളാണ്. അതുകൊണ്ടാണ് രേണു മനഃപൂർവ്വം ചെന്ന് ആൾക്കാരുടെ അടുത്ത് അങ്ങോട്ട് പറയണത്, പ്രത്യേകിച്ച് മീഡിയക്കാരുടെ അടുത്ത്. എന്തായാലും ഇനി നമുക്ക് ജാസിയും ശ്രീലക്ഷ്മിയും പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. സുധേട്ടനല്ലോ ഊരി കാണിച്ചു കൊടുക്കുന്നത് അല്ലല്ലോ, ആ ചേച്ചി എന്തെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ. ഈ പറയുന്ന ആൾക്കാരൊന്നും അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല. ഓക്കെ, ആ ചേച്ചി സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല, ചേച്ചിയുടെ ഭാഗത്ത് മൂലക്കേക്ക് നിങ്ങൾക്ക് പോയിട്ട് അവർക്ക് കുറച്ച് അരിയും പഞ്ചസാരയും പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇത് ആ ചേച്ചി എന്ത് ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നമാണല്ലോ. അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മാറ്റിയല്ലോ സുധിച്ചേട്ടന്റെ പടം വെച്ചാണെങ്കിൽ എന്തിനാണ് വെറുതെ? അത് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ? ആ ഹസ്ബൻഡ് ഇപ്പൊ എത്രയോ പേര് സ്വന്തം മക്കളുടെ പ്രൊഫൈൽ പിക്ക് വെക്കുന്നുണ്ട്, വൈഫുമാരെ പ്രൊഫൈൽ പിക്ക് വെക്കുന്നുണ്ട്. യവൻ ഇത് പറയാൻ എന്ത് യോഗ്യതയുണ്ട്? ഒരു ഫേക്ക് സർജറി നടത്തി നാട്ടുകാരെ മൊത്തം മൂഞ്ചിക്കാൻ നോക്കിയ വ്യക്തിയാണ് ഈ യവൻ, ഈ ജാസി എന്ന് പറയുന്നത്. യവൻ വന്നിരുന്ന് പറയുന്നുണ്ടില്ല അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ, അവർ വേറെ ഒന്നും അല്ലല്ലോ കാണിക്കുന്നത്. അവർക്ക് ഈ പറയുന്നവരാരെങ്കിലും മണ്ണെണ്ണ അരിയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുമെന്ന്. രേണു കാണിക്കുന്ന തോന്നിവാസത്തിനെല്ലാം നാട്ടുകാർ കൂട്ടുവയ്ക്കണോ? ഇതൊന്നും കണ്ടാൽ നമുക്ക് ആർക്കും പ്രതികരിക്കണ്ടേ? ഈ ജാസി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഇവൻ്റെ വാക്ക് ഒരു മനുഷ്യരും കേൾക്കുകയും ചെയ്യരുത്, ഇവനെ ഒന്നും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യരുത്. ഇവൻ ഭൂലോക തരികിട എന്നുള്ളൊരു കാര്യം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. എൻ്റെ വീഡിയോസിനകത്ത് ഞാൻ നിരന്തരമായിട്ട് ഞാൻ ജാസിക്ക് അഗെയിൻസ്റ്റായിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു, പല വിഷയങ്ങൾ. ജാസി എന്താണെന്ന് നമുക്ക് അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് അറിയാം. അതുകൊണ്ട് നീ വന്നിരുന്ന് ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ നീ ആദ്യം സ്വന്തമായിട്ട് നന്നാവാൻ നോക്ക്. ആനകൃഷ്ണനെ വെട്ടിച്ചു നന്ദോന്ന് ഞാന് അല്ലേ അതെന്താ സംഭവം? ആനകൃഷ്ണനെ ആനയ്ക്ക് 100 സംതിങ് സബ്ദേ ഉള്ളൂ. 1000 സംതിങ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ അവർക്ക് അവിടെ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. ആ മോളെ അതെ, രേണുവിൻ്റെ അപരാധം കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാവരും കൂടെ അതിനകത്തോട്ട് ഇടിച്ചു കയറുമെന്നാണ് പറയുന്നത്. വേറൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ട് എനിക്കൊന്ന് 10-400 പേരെ കണ്ടുണ്ട്. 150 രൂപ വെച്ചിട്ടാണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത്. ഏകദേശം 10-72,000 രൂപയോളം രേണുസുധിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും കൊള്ളാം. എന്താ പറയണ്ട, ഈ പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സബ്സ്ക്രിപ്ഷൻസ് കാണിച്ച് അതിനകത്ത് എക്സ്ക്ലൂസീവായിട്ട് അതല്ല എക്സ്പോസ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് ഇട്ടാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ പൈസയും കിട്ടും. ഈ പറയുന്ന കുടുംബവും പോറ്റാൻ പറ്റും. നല്ല പരിപാടി തന്നെ. രേണുവിൻ്റെ പുതിയ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ സൈഡിൽ ഞാനൊരു ഫോട്ടോ കൊടുക്കാം. ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവായിട്ടുള്ള ഫോട്ടോയാണ്. ഇതൊക്കെ കാണുമ്പം എങ്ങനെയാണോ നിങ്ങൾക്കൊക്കെ ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്? ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയല്ല. രേണു പണ്ട് തൊട്ടേ ഇങ്ങനെ വന്നൊരു വ്യക്തിയാണെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷേ രേണു എന്ന് പറയുന്നൊരു വ്യക്തി എങ്ങനെയാണ് എന്താ പറയണ്ട 10 പേരെ അറിയാൻ തുടങ്ങിയത്? ഈ പറയുന്ന കൊല്ലം സുധി എന്ന് പറയുന്നൊരു മനുഷ്യനെ ത്രൂവാണ് അറിയാൻ തുടങ്ങിയത് അല്ലേ? പ്രത്യേകിച്ച് അവരുടെ ദാരിദ്ര്യം അതായിരുന്നു കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർക്ക് സിമ്പതി തോന്നി ഇവരെ ചേർത്ത് പിടിക്കാനും ഇവർക്ക് കാശ് അയച്ചു കൊടുക്കാനും പിന്നെ ഇവർക്ക് വീട് വെച്ച് കൊടുക്കാനും ഒക്കെ ആൾക്കാർ രംഗത്ത് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പിക്ചറിൽ നിൽക്കുന്ന ഒരു വ്യക്തി
പെട്ടെന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? സോ എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് ഈ മെഴുകുമ്പോൾ ഉണ്ടല്ലോ, ഈ ന്യായീകരിക്കുന്ന ഈ ആൾക്കാർ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ജാസി ഒരു ഭൂലോക തരികിടയാന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ കൂടെ നിൽക്കുന്ന വ്യക്തി ആരാണെന്നറിയാലോ, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയുടെ ഒരു ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കാണിക്കാം. അപ്പോൾ ശ്രീലക്ഷ്മിയും എന്തുകൊണ്ടാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടി കിട്ടിയല്ലോ. ഇവരിങ്ങനെ കുറെ തെറിയും പറയും, എന്നിട്ട് ഇപ്പുറത്ത് മാറി ഇരുന്നിട്ട് ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് പോയി സബും ചെയ്യും. എന്നിട്ട് ഇരുന്ന് അതിനകത്തെ കണ്ടിട്ടായിരിക്കും വന്നിട്ട് ഈ തെറി പറയുന്നത്. കാണുകയും വേണം, തെറിയും വിളിക്കും. വളരെ വ്യക്തമായി രേണു കാണിക്കുന്ന അപരാധം കാണാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. കാര്യം ഈ ഒരു സ്ത്രീയെ പൊതുവെ ആർക്കും ഇഷ്ടമല്ല. അല്ലാതെ ഇവരുടെ സ്നേഹം കൊണ്ടൊന്നും പോയി കാണുന്നതൊന്നും അല്ല. എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഒരു വ്യക്തത വേണം. നിങ്ങൾക്ക് ഇത്തിരി ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു സ്ത്രീയെ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ? പറയുന്നവർക്ക് ക്വാളിറ്റി ഉണ്ടോ? അതുമില്ല. കൊള്ളാം. എന്തായാലും രേണു സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തതോടെ ഈ വിവാദങ്ങൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം രേണുവിനെ അറിയാം എവിടെ കൊടുത്താൽ എവിടെ കിട്ടുമെന്ന് വളരെ വ്യക്തമായിട്ട് ആ ഒരു സ്ത്രീക്ക് അറിയാം. അതാണ് അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചോണം. ഇവർക്കൊരു മക്കളുണ്ട്. ഇവർ നാഴിക 40 വട്ടം പറയുന്നുണ്ട്, എനിക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ടെന്നൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ നിൽക്കൂടെ ആരെങ്കിലും നിൽക്കുമോ? നിങ്ങൾ തന്നെ പറ. ഈ സ്ത്രീയെ പറ്റി നമ്മൾ തന്നെ പറഞ്ഞ് മടുത്ത്. എന്തുവരെ പറ്റി പറയാനുള്ളത് ഇനി ഇതിൽ കൂടുതൽ? കാര്യം ഇവർ കാണിക്കുന്നത് മുഴുവനും റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് ഇനിയും ആൾക്കാർക്കത് മനസ്സിലായില്ലെങ്കിൽ ഉണ്ടല്ലോ, എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് രേണുസുധിയുടെ സംഭവങ്ങൾ. ദൈവത്തെ ഓർത്ത് ഇനി ആരും പോയി രേണുവിനെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാര്യം അമ്മാതിരി പരിപാടികളാണ് രേണുസുധി ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി വീണ്ടും എന്താ പറയണ്ടേ, കുറേ ദിവസങ്ങൾ കഴിയും തോറും വീണ്ടും ഒരു ഭയങ്കര രീതിയിൽ ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യും. കാര്യം അവർക്കറിയാം അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ വീണ്ടും വിവാദം ആവത്തുള്ളൂ, വീണ്ടും ഇവർക്ക് ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഈ സ്ത്രീക്ക് നല്ലോണം അറിയാം. ഒന്നും പറയാനില്ല. എന്തായാലും ആ പഴയ ആ ഒരു മുഖം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ലക്ഷ്മി നക്ഷത്രമൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടോ, പരിസരത്ത് പോലും കാണുന്നില്ല. ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും അല്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? മര്യാദയ്ക്ക് അവരവിടെ എവിടെയെങ്കിലും കിടന്നേനെ. അവരെ പിടിച്ചുകൊണ്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കുറച്ചും കൂടെ ഒക്കെ ഫേമസ് ആക്കി കൊടുത്ത് ഇപ്പം എന്താണ്ട് അവസാനം എക്സ്ക്ലൂസീവിൽ എത്തി നിർത്തി. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.